സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രേക്ഷകരെയും മിഴിയോരത്തിലേക്ക്. നമ്മൾ ഇന്ന് മിഴിയോരത്തിൽ സംസാരിക്കുന്നത് കുട്ടികളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായി നമുക്ക് അറിവ് പകർന്നു തരാൻ എത്തിയിരിക്കുന്നത് അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ ജമാലുദ്ദീൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ പല എപ്പിസോഡിലും ഇതിനു മുമ്പ് തന്നെ കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ തണുപ്പ് കാലത്ത് കുട്ടികൾക്കുണ്ടാവുന്ന പ്രത്യേകതരമായ, എനിക്ക് തോന്നുന്നു ഈ ഇൻഫെക്ഷൻ കൂടുന്ന സമയമായിരിക്കും, ഈ ചെവി വേദനകളൊക്കെ കൂടുന്ന സമയം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ തണുപ്പ് കാലത്ത് കുട്ടികളെ ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ. തണുപ്പ് കാലത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ ഫ്ലൂ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഈ മൂക്കൊലിപ്പ്, തുമ്മല്, ചുമ, പനി, ഇതൊക്കെ തന്നെയാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം നമുക്കറിയാം ഈ ബാക്ടീരിയൽ വൈറൽ, ഇതാണ് രണ്ട് പ്രധാന ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ കുട്ടിക്ക് വൈറൽ ഇൻഫെക്ഷനാണെന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ. ഇതാണ് രണ്ട് ഏജൻസി ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന, കുട്ടികളിലും വലിയവരിലും ഒക്കെ ഉണ്ടാക്കുന്ന വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ. ഈ ബാക്ടീരിയയും വൈറലും കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്ടീരിയക്ക് നമുക്ക് വേണ്ടത്ര ആന്റിബയോട്ടിക്സ് ഉണ്ട്, നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ നമ്മളുടെ ആ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ മിസ്യൂസ് കാരണം ഇപ്പോൾ ബാക്ടീരിയ കുറച്ചും കൂടി റെസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡോക്ടർമാർക്ക് ഒരു ആശ്വാസമാണ്. കാരണം നമുക്കൊരു മരുന്നുണ്ട്, ഇതിന് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ഫലപ്രദമായി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സമാധാനം ഡോക്ടർമാർക്കുണ്ട്. അപ്പോൾ ആ ഒരു നിരക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസിനും പാരൻസിനും കൊടുക്കാൻ സാധിക്കും. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിന് കാര്യമായിട്ടുള്ള മരുന്നുകളില്ല. അതൊരു സെൽഫ് കൺട്രോളിങ്, സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. അത് എന്താണ് സെൽഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഏതൊരു ഇൻഫെഷ്യസ് ഏജന്റ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ആ ശരീരത്തിലുള്ള പ്രവർത്തനം, ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കും. ഇതിനെ ഈ ഏജന്റും, അതായത് ഈ ഇൻഫെക്റ്റീവ് ഏജന്റും നമ്മുടെ ശരീരം തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കണം. അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യും. അതേസമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് അംഗബലം കൂട്ടിയിട്ട് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ഇതാണ് നടക്കുന്നത്. ഇതിൽ ആര് അപ്പർ ഹാൻഡ് എടുക്കുന്നോ അതിനാണ്. ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അപ്പർ ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസീസിന്റെ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേകിച്ച് വിന്ററിൽ ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ വൈറൽ ഇൻഫെക്ഷൻ, ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം ഉണ്ടാവില്ല. അത് ബാക്ടീരിയ ആയാലും അങ്ങനെ തന്നെയാണ്. അതൊരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു സംഗതി. ഈ ഇൻഫെക്റ്റീവ് ഏജന്റ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു, അതിനുശേഷം ഈ രോഗത്തിന്റെ സിംറ്റംസ് ഉണ്ടാവുന്നു. ഇതിന്റെ ഇടയിലുള്ള ഈ സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് ചിലതിന് ഒരു ദിവസം മുതൽ 3 ദിവസം എടുക്കാം. ഇപ്പൊ ചിക്കൻ പോക്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം മുതൽ 21 ദിവസം വരെ എടുക്കും. ഇപ്പൊ മംസ് അങ്ങനെയുള്ളതിനൊക്കെ ചിലപ്പോൾ 2 ആഴ്ച എടുക്കും. ഇങ്ങനെ കുറെ പല അസുഖത്തിനും പല നിലക്കാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പോൾ അതിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ അസുഖം എന്ന് പറഞ്ഞാൽ ചുമയും പനിയും ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പം ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമുക്ക് നേരത്തെ ഫ്ലൂ എന്ന് പറഞ്ഞാണെങ്കിലും, ഫ്ലൂ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്, അപ്പോൾ ഒരു ഫ്ലൂ വാക്സിൻ ഉണ്ട്. ഈ ഫ്ലൂ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള എല്ലാ സിംറ്റംസും കുറയും എന്നുള്ളത് ആണ് പല ആളുകൾക്കും ഉള്ളൊരു ധാരണ. പക്ഷെ അതല്ല. വൈറസ്, ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടാക്കുന്ന വൈറസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200-ൽ പരം വൈറസ് ഉണ്ട് നമുക്ക് കോമൺ കോൾഡിന്റെ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. ഇതിലധികവും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്കൊരു ട്രീറ്റ്മെന്റും വേണ്ടാത്ത ആവശ്യമില്ലാത്തതാണ്. ഒരു 4-5 ദിവസത്തെ പനി അല്ലെങ്കിൽ ചെറിയ പനി, ചെറിയ തുമ്മല്, ചുമ, ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോകും. ഇതിലാകെ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന വെച്ചാൽ ഒരു നല്ല ഒരു ഹൈജീൻ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവും. അതായത് നമുക്ക് ഇപ്പോൾ തുമ്മുക, നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് മൂക്കൊലിക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മൂക്ക് തുടക്കും. അറിയാതെ തന്നെ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ആക്ഷനാണ് അത്, നമ്മൾ മൂക്ക് തുറക്കുക. ഈ മൂക്ക് തുറച്ചിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് ആ സമയത്ത് കൈ കഴുകാൻ സാധിക്കില്ല. അപ്പം ഇത് മറ്റു പ്രതലത്തിലൊക്കെ വന്നിട്ട് ഇത് സ്നീസ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാനിവിടെ സ്നീസ് ചെയ്യുകയാണ്, ഇതിന്റെ പുറത്തൊക്കെ വൈറസ് ഉണ്ടാവും. ഇവിടെ വന്ന് വേറൊരാൾ വന്നിരിക്കുമ്പോൾ അവിടെ തൊട്ടിട്ട് അവരത് കൈ പ്രതലത്തിൽ തൊടുന്നു. അതിനുശേഷം അവരവരുടെ കൈ മുഖത്തോ അല്ലെങ്കിൽ കണ്ണിലൊക്കെ തേക്കുമ്പോൾ ഈ വൈറസ് അവരുടെ ശരീരത്തിലേക്ക് കയറും. അപ്പൊ ഇങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഈ സമയത്ത് ഒരു ഹാൻഡ് ഹൈജീൻ എന്ന് പറയും നമുക്ക്. അതായത് കൈ കഴുകുക, ഏകദേശം ഒരു
30 സെക്കൻഡ് 20 സെക്കൻഡ് കൈ നല്ല സോപ്പും വെള്ളത്തിൽ കഴുകാൻ പറ്റാത്തൊരു സാധനത്തിൽ നമുക്ക് ഈ ആൽക്കഹോൾ സാനിറ്റൈസേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കൈ തുടക്കാം. ഇതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കും വായും പൊത്തിപ്പിടിച്ച് മറ്റുള്ള ആളുകൾക്ക് ഇത് പകരാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ കഴുകുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആഹാരങ്ങൾ, അതായത് കൂടുതൽ പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കുക, നല്ലോണം ഉറങ്ങുക. ഇതൊക്കെ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുകയും ഈ രോഗത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ കോമൺ കോൾഡിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ ഇൻഫെക്ഷൻ വരുമ്പോൾ, വലിയ ഇൻഫെക്ഷൻ അല്ല, ഇതിനേക്കാളും വേറൊരു ഏജന്റ് ഉണ്ട്, ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് ഉണ്ട്. ഈ ഇൻഫ്ലുവൻസ വൈറസ് ആണ് കൂടുതൽ മാരകമായിട്ടുള്ള ഈ ഫ്ലൂ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അത് വളരെ ശക്തമായിട്ടുള്ള പനി ഉണ്ടാവും, ചുമയുണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവാം. ഈ വൈറസ് കാരണമാണ് ന്യൂമോണിയ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള വൈറസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള പ്രിവെന്റ് ഈ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനൊരു വാക്സിൻ അവൈലബിൾ ആണ്. ഈ വാക്സിൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊരു 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം. പിന്നീട് ഈ വൈറസ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചില കണ്ടീഷൻസ് ഉള്ള ആളുകളുണ്ട്. അതിപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ, ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകൾ. ഇമ്മ്യൂണിറ്റി കുറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയും. അവർക്ക് മറ്റ് പല ഇൻഫെക്ഷൻസും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ് ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഫ്ലൂ വൈറസും കൂടുതൽ മാരകമായിട്ടുള്ള അസുഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക്, കിഡ്നിയുടെ അസുഖമുള്ള ആളുകൾക്ക്, ഈ ശ്വാസ തടസ്സം ഉള്ള ആസ്മ അങ്ങനെയുള്ള ആളുകൾക്ക്, ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസ വൈറസ് കൂടുതൽ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഒരു ക്യാൻസർ ഉള്ള ആളുകൾ, ക്യാൻസർ തെറാപ്പി, ഇപ്പോൾ കീമോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസ് വരാനും അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ന്യൂമോണിയ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത്തരം ആളുകൾക്കാണ് ഈ വാക്സിൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈറസിന് മാത്രമല്ല, പക്ഷെ നേരത്തെ ഒരു സാധാരണ ഒരു ധാരണയുണ്ട്, ഇത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്ലൂ ഇത്തരത്തിലുള്ള സിംറ്റംസും നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലൂ എന്ന് കോമൺ ആളുകൾ പറയുന്ന എല്ലാ സിംറ്റംസും ഇതിൽ കുറയും എന്നുള്ളൊരു ധാരണ. പക്ഷെ അത് ശരിയല്ല. നമുക്ക് ഈ ഒരു ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസിനെ മാത്രമേ ഇത് തടയുള്ളൂ. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. അത് കൊടുക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഇൻഫ്ലുവൻസ വൈറസിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. സാധാരണ ഇതൊരു സെപ്റ്റംബർ ടു മാർച്ചാണ്, ഇതിന്റെ ഒരു മാർച്ച് ഏപ്രിൽ വരെയൊക്കെയാണ് ഈ ഇൻഫ്ലുവൻസ വൈറസിന്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്സിൻ സാധാരണ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കിട്ടും. എല്ലാ കൊല്ലവും പുതിയ വാക്സിനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഈ വൈറസ് ഓരോ കൊല്ലവും പുതിയ രൂപത്തിലാണ് വരുന്നത്. പുതിയ രൂപത്തിലാണ്. കാരണം ഈ വൈറസും ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവരുടേതായിട്ടുള്ള ചില ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ വാക്സിൻ ഈ കൊല്ലം ഒരു പുതിയ വാക്സിൻ ഇറക്കുമ്പോൾ അടുത്ത കൊല്ലം ഈ വാക്സിനെ മറികടക്കാവുന്ന രൂപത്തിലാണ് അത് വരിക. അതുകൊണ്ടാണ് നമ്മൾ H1N1 എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇതിന് ഈ രണ്ട് ഇതിന് ആവരണമുണ്ട്. ഈ ആവരണത്തിനെ മാറ്റും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ആവരണത്തിനെ മാറ്റും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പുതിയ ഈ ആവരണം ഇട്ട് വരുന്ന പഴയ ആളാണെങ്കിലും, ഇപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മാറി വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പുതിയൊരാളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഞാൻ ഇത് തന്നെയാണ്, ഡോക്ടർ ഡ്രസ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു നിങ്ങൾ. അപ്പൊ ഇത് നമുക്ക് പ്രശ്നക്കാരനല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണെന്ന് നമ്മുടെ ശരീരം തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കപ്പോൾ നമുക്കിതല്ല, ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, അപ്പൊ ഇതിനെ പ്രതിരോധിക്കണം എന്ന് ശരീരം തിരിച്ചറിയുന്നു. നേരത്തെ തന്നെ അതിന്റെ ആന്റിബോഡീസ് ഉണ്ട്, അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. പക്ഷേ ഈ വൈറസ് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിനായിട്ടുള്ള അങ്ങനെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഈ വൈറസ് അല്ല, ഇത് ഡ്രസ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഇമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ വൈറസ് സിംറ്റംസ് ഉണ്ടാക്കും. അപ്പൊ അതിനാണ് പുതിയ വാക്സിൻ ഓരോ പ്രാവശ്യം ഏതാണ് ഈ കൊല്ലം ഈ സീസണിൽ വരുന്ന വൈറസ് നമ്മൾ കണ്ടുപിടിച്ച സർവൈലൻസ് ഉണ്ട്, അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. WHO അതേപോലെ എല്ലാ രാജ്യത്തിനുള്ള സർവൈലൻസ് ഉണ്ട്. ഇപ്പൊ ഇക്കൊല്ലം രാജ്യത്ത് ഇത്തരത്തിലുള്ള വൈറസാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഇതാണ് വൈറസ് വരുന്നത് എന്ന് തിരിച്ചറിയുകയും അതിനുള്ള വാക്സിൻ ഉടൻ തന്നെ ഉത്പാദിപ്പിക്കുന്നു, അതാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാ കൊല്ലം അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഈ വാക്സിൻ കൊടുക്കേണ്ടി വരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട് ഡോക്ടറോട് സംശയം ചോദിക്കാനായിട്ട്. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ, ആരാണ്? കേട്ടില്ലല്ലോ. സത്താർ.
ഡോക്ടർ ചോദിച്ചുകൊള്ളൂ, എന്താണ് അറിയേണ്ടത്? എനിക്കറിയേണ്ടത്, എനിക്ക് പിന്നെ മൈഗ്രെയിൻ ആണ്. തലയുടെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ വേദന. മൈഗ്രെയിൻ അദ്ദേഹത്തിന് തലവേദനയുണ്ട് എന്നാണ് ഡോക്ടർ. തലയുടെ ഒരു സൈഡിൽ മാത്രമാണ് വേദന അനുഭവപ്പെടുന്നത്. മിക്കവാറും ഇപ്പൊ ഒരു 10 ദിവസമായി തുടങ്ങിയിട്ട്. സാധാരണ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇതേപോലുള്ള പല ഇതൊരു പാരമ്പര്യമായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഫാമിലിയിലൊക്കെ ഇങ്ങനെ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇപ്പം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബാക്കി വേറെ ഏതെങ്കിലും സിബ്ലിങ്സിനൊക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ വരാറുണ്ട്. സാധാരണ ഒരു സൈഡിലാണ് വരാം. പല വിധത്തിലുള്ള മൈഗ്രെയിൻ ഉണ്ട്. ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് വേറെ വിധത്തിലുള്ള പല മൈഗ്രെയിൻ ഉണ്ട്. പക്ഷെ ഇത് അധികം ദിവസം ഇങ്ങനെ ഒരാഴ്ചക്ക് നീണ്ടു നിൽക്കാറില്ല സാധാരണഗതിയിൽ. ഇത് പിന്നെ അതെല്ലാം ടെൻഷൻ ഹെഡേക്ക് ഉണ്ട് ഇതേപോലെ വരുന്നത്. നമ്മൾ കൂടുതൽ ടെൻഷൻ കൊണ്ട് വരുന്നതല്ല, അല്ലാതെ തന്നെ നമ്മളിപ്പോൾ കുറെ നേരം കമ്പ്യൂട്ടറിലോ ബാക്കിയുള്ളതിലൊക്കെ ഇരിക്കുമ്പോൾ മസിൽ ടെൻഷൻ കാരണം ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഹോസ്പിറ്റലായിട്ട് നമ്മുടെ പുറകിലൊക്കെ വേദന വരാറുണ്ട്. ഇത്തരത്തിലുള്ള വേദനകളും വരാറുണ്ട്. ഇപ്പൊ ഇത് മൈഗ്രെയിൻ ആണോ അല്ലേ എന്നുള്ളതാണ്. നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, മൈഗ്രെയിൻ ആവാൻ തന്നെ സാധ്യത. അപ്പൊ ഇതിന് 2 തരത്തിലുള്ള ചികിത്സ ഉണ്ട്. ഇതിന് പ്രിവെൻഷന് വേണ്ടിയുള്ള ചികിത്സ ഉണ്ട്, അതല്ലാതെ തന്നെ ഇത് വരുമ്പോൾ അബോർട്ട് ചെയ്യാന്നുള്ള ചില മരുന്നുകൾ. നമുക്ക് മൈഗ്രെയിൻ വരിക എന്നുള്ളത് തോന്നുമ്പോൾ തന്നെ നമുക്ക് മരുന്ന് കഴിച്ചിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പൊ ഏതെങ്കിലും ഇത് നമുക്ക് മരുന്നൊക്കെ ഇതിനുണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഉറക്കൊഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുക, നമുക്ക് കുറെ നേരം ലോങ് ഡ്രൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മൈഗ്രെയിൻ വരുന്നു നമുക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കണ്ണിന് ചില സിംറ്റംസ് വരും, അതല്ലെങ്കിൽ ഒരു സൈഡിൽ വേദന വരുന്നു, വോമിറ്റിംഗ് വരുന്നു. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കും, അത് എന്നെ അബോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, കുറച്ച് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്ന അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. ഇത് കുറെ കാലം തടഞ്ഞു നിർത്താവുന്ന പ്രിവെന്റ് ചെയ്യാവുന്ന ചില മരുന്നുകളുണ്ട്. അതെന്തായാലും ഒരു ഏത് തരത്തിലുള്ള മൈഗ്രെയിൻ ആണെന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം ഏതെങ്കിലും വിദഗ്ധമായിട്ടുള്ള ഡോക്ടറോട് ചോദിച്ച് മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു നിർത്തിയത് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു തണുപ്പ് സീസണിൽ അല്ലെങ്കിൽ ശൈത്യകാലത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ കാര്യമാണ് നമ്മൾ തുടങ്ങിയതും. അപ്പോൾ ഡോക്ടർ പൊതുവേ ഉണ്ടാകുന്ന ഒരു ജനറലായിട്ട് ഒരു കാര്യം പറയുകയായിരുന്നു. ഈ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന, അതായത് രോഗപ്രതിരോധ ശേഷിയെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷി അല്പം കുറവായിരിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ. അതെ, ഇവർക്ക് തണുപ്പ് കാലത്ത് പൊതുവെ കാണുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞു തരാമോ? കാരണം പലപ്പോഴും ഇപ്പോൾ സ്കൂൾ ഗോയിങ് കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു ചെവിക്ക് വേദന ഉണ്ടാവുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ. എങ്ങനെയാണ് നമ്മളത്, ഈ പകരുന്ന അസുഖമാണോ അല്ലയോ, അങ്ങനെ വല്ല അസുഖമുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തടയണം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ. ഇപ്പൊ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഈ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് മൂക്കൊലിപ്പുണ്ടാവുന്നു, പിന്നെ ചുമയുണ്ടാവുന്നു, തുമ്മലുണ്ടാവുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻ്റെ കോംപ്ലിക്കേഷൻ തന്നെ നേരത്തെ ചാന്ദിനി സൂചിപ്പിച്ച പോലെ ഈ ചെവിയിൽ വേദന വരുന്നു. ചെവി ചിലപ്പോൾ വേദന വന്നിട്ട് ചിലപ്പോൾ രാത്രി മുഴുവൻ കുട്ടി കരയുന്നു, രാവിലെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡിസ്ചാർജ്, ചെവി പൊട്ടി അതിൽ നിന്ന് ചില ഫ്ലൂയിഡ് വലിക്കാൻ തുടങ്ങും. ഇങ്ങനെ വരാറുണ്ട്. ഇതിനെ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് ഈ വൈറൽ ഇൻഫെക്ഷൻ ഫ്ലൂവിന്റെയും അതേപോലെ നോർമലായിട്ടുള്ള ഈ സാധാരണ നമ്മൾ പറ്റുന്ന മറ്റ് വൈറസിന്റെയും ഒക്കെ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. അതല്ലാതെ ചിലപ്പോൾ ഈ കോൾഡ് മാത്രം അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അലർജി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് തുമ്മലും ഇതൊക്കെ വരുന്ന കുട്ടികളിലാണെങ്കിൽ ചിലപ്പോൾ വളരെ കോൾഡും ഇതൊക്കെ നിൽക്കുമ്പോൾ കുറേ ദിവസം മൂക്കും ഇതൊക്കെ തടഞ്ഞു നിൽക്കുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നമ്മളുടെ ഈ തൊണ്ടയിൽ നിന്ന് ചെവിയുടെ ഉള്ളിലോട്ട് ഒരു പോകുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. അത് ഈ ട്യൂബാണ് സാധാരണ നമ്മളുടെ ഈ ഇയറിന്റെ അവിടെ ഒരു പാടുണ്ടല്ലോ, ടിംപാനിക് മെംബ്രെയിൻ എന്ന് പറയും. ആ ടിംപാനിക് മെംബ്രെയിനിൽ സൗണ്ട് ചെന്നിട്ട് പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ചില തരംഗങ്ങൾ പോയിട്ടാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. അതിൽ നിന്ന് നെർവ്സും അത് ബ്രെയിനിൽ പോയിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കാനുള്ള ഈ ഇതുണ്ടാകുന്നത്. പക്ഷേ ഇതിന്റെ ഇടയിലുള്ള ഈ ടിംപാനിക് മെംബ്രെയിനും ഇതിന്റെ ഇടയിലുള്ള സ്ഥലം എയർ ടൈറ്റ് ആണ്. ഈ കുറച്ച് എയർ വരുന്നത് ഈ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് ഇപ്പൊ ഈ മിഡിൽ ഇയർ ഈ ടിംപാനിക് മെംബ്രെയിൻ, അത് ഈ ചെവിയുടെ ഈ പാടയുടെ പിന്നിൽ നിന്ന് തൊണ്ടയിലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സോളോ ചെയ്യുന്നു, ഞാനിങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വെള്ളം ഇറക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഈ എയർ ഇങ്ങനെ പോയിട്ട് അതുകൊടുത്ത് ആ പ്രഷർ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തുണ്ടാവും, ചില നമുക്ക് കോൾഡ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ട്യൂബ് അടയും. ഈ ട്യൂബ് അടയുമ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ പിന്നെ എയറേഷൻ നടക്കുന്നില്ല, പിന്നെ അതൊരു ക്ലോസ്ഡ് ക്യാവിറ്റി, ഒരു ക്ലോസ്ഡ് ചേംബർ പോലെ. അപ്പോൾ അതിനകത്തുള്ള എയർ അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ കഴിയുമ്പോൾ വെച്ചാൽ ഈ മെംബ്രെയിനെ പുൾ ചെയ്യും.
പിന്നെ അകത്ത് ഫ്ലൂയിഡ് സെക്രീഷൻസ് ഉണ്ടാവും. ഈ പുള്ളി ചെയ്യുമ്പോഴാണ് കുട്ടികൾ കരയുന്നത്. ഈ സെക്രീഷൻസ് ഉണ്ടായിട്ട് അത് സെക്രീഷൻസ് വളരെ കൂടുതൽ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ പ്രഷർ കൂടുമ്പോഴാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വരാം. ഇതിപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷനിലും വരാം, അല്ലാതെ ഇപ്പോൾ ഈ മൂക്കൊരി വേറെ എന്തെങ്കിലും റൈനൈസ് അലർജി പോലെ ഉണ്ടാവുന്നതിലും ഇത് വരാം. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ തന്നെ മറ്റൊന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതാണ് ചിലപ്പോൾ വീസിങ്. ഏതൊരു കുട്ടികൾക്കും ഇതേപോലെ ഒരു 2 ദിവസം തുമ്മലും ഇതൊക്കെ വരുമ്പോൾ വീസിങ് വരും, കുട്ടികൾക്ക് ശ്വാസതടസ്സം വരും. അതിന് 2 കാരണമുണ്ട്. ഇപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ഈ സമയത്ത് ഇപ്പോൾ ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്ന് പറയുന്ന RSV എന്ന് പറയുന്ന ഒരു വൈറസാണ്. അത് പക്ഷേ ആസ്മ അല്ല. പക്ഷേ ഏതൊരു വെറുതെ തുമ്മൽ വന്നാലും ചുമ വന്നാലും ഒക്കെ കുട്ടികൾക്ക്, കാരണം അവരുടെ ലങ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു രൂപത്തിൽ വരുന്നെങ്കിൽ ഒരു 7 വയസ്സാവണം. അപ്പോൾ നാച്ചുറലി ഈ മില്യൺസ് ഓഫ് ട്യൂബ്സ് ആണുള്ളത്. ഈ ട്യൂബ്സ് ചെന്ന് എൻഡ് ചെയ്യുന്നത് ഒരു എയർ സാക്ക് എന്ന് പറയുന്ന ഒരു ബലൂൺ പോലുള്ള ഒരു സാധനം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല, മൈക്രോസ്കോപ്പ് വെച്ച് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാക്കിലോട്ട് വരുമ്പോൾ ഇതാണ് സാധാരണ ലങ്സിൻ്റെ. അപ്പോൾ ഇത് വളരെ ചെറുതായതുകൊണ്ട് കുട്ടികളിൽ ചെറിയൊരു സെക്രീഷൻ വരുമ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈനിങ് ഒക്കെ തിക്കാവും. അപ്പോൾ നമ്മളൊരു ട്യൂബിൻ്റെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അത് തിക്കാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വ്യാസം കുറയും. അപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ ഉണ്ടാകുന്ന അത്ര വളരെ സുഗമമായിട്ടുള്ള ഈ വായു സഞ്ചാരം സാധ്യമല്ലാതെ വരുന്നു. അത് ഉള്ളിലോട്ട് പോകുമ്പോൾ പുറത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോഴാണ് കുട്ടികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ വേറെ എന്തുണ്ടാവും വെച്ചാൽ ആസ്മ പ്രോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാത്ത കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി ഹൈപ്പർ റിയാക്റ്റീവ് എയർവേ എന്ന് പറയും. ഈ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഹൈപ്പർ റിയാക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ഒരു അലർജന്റ് വരുമ്പോൾ ഇത് പെട്ടെന്ന് ഇതേപോലെ ഇൻഫ്ലമേഷൻ വരികയും കുട്ടികൾക്ക് ഈ ശ്വാസതടസ്സം വരികയും ചെയ്യും. അപ്പോൾ ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലാതെ ഇങ്ങനെ ശ്വാസതടസ്സം വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ശ്വാസതടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മറ്റൊന്ന് ഈ വൈറൽ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുമ്പോൾ ന്യൂമോണിയ വരാം. മറ്റ് വൈറസ് ഒന്നും അങ്ങനെ ന്യൂമോണിയ ഉണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പേരൻസ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംശയം നമുക്ക് വരുന്നത്. ഉടനെ തന്നെ ഇപ്പോൾ ഇന്ന് കുട്ടി തുമ്മലൊക്കെ തുടങ്ങുന്നതിന് ഡോക്ടറെ കാണിക്കണോ, അതല്ല സാധാരണഗതി നമ്മൾ പാരസെറ്റമോളൊക്കെ കൊടുത്ത് നോക്കി വേണോ എന്നുള്ളതാണ്. 3 മാസത്തിന് താഴെയുള്ള കുട്ടിക്ക് ഒരു പനി വരികയാണ്, ചുമ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം, വെച്ചിരിക്കരുത്. കാരണം 3 മാസം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതാണ് കുട്ടിയുടെ ഡെവലപ്മെന്റും ബാക്കിയുള്ള ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച്, ന്യൂമോണിയ ഉണ്ടെങ്കിൽ അത് വളരെ ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ കുറച്ചും കൂടി വലിയ മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം, 1-2 ദിവസം നോക്കാം. പക്ഷേ ഈ കുട്ടി നോർമലായിട്ടുള്ള ഫീഡിങ് ഇല്ല, ഒരു മരുന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഛർദി ഉണ്ടാവുന്നു, ശ്വാസതടസ്സം ഉണ്ടാവുന്നു, വളരെ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും, ഇങ്ങനെ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതല്ലെങ്കിൽ നമുക്ക് കുട്ടി പനിയുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തുമ്മലുണ്ട്, ചെറുതുണ്ട്, പക്ഷെ അവൻ കളിക്കുന്നുണ്ട്, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം 1-2 ദിവസമൊക്കെ നോക്കിയിട്ട് പാരസെറ്റമോളൊക്കെ കൊടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതി. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഇമ്മ്യൂണിറ്റി ശരീരം തന്നെത്താൻ ഉണ്ടാക്കുകയും അത് ഈ രോഗാണുവിനെ പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ രോഗം മാറും. അതാണ് സാധാരണഗതിയിലുള്ള ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചെന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെയുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. അതുപോലെ ഡോക്ടർ മറ്റൊന്നാണ് കുട്ടികൾക്കുണ്ടാവുന്ന ചെസ്റ്റിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ. ഒരുപാട് ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കൂടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് അതൊരു പ്രിക്കോഷനായി എടുക്കേണ്ടത്? തണുപ്പ് കാലത്ത് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ കുറയാൻ, ഒപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതെപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ആദ്യം തന്നെ വരുന്നത് ഇപ്പോൾ ഈ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ചിലപ്പോൾ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനായി മാറും. അതാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻ നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഒന്നിച്ചുള്ളതാണല്ലോ. അപ്പോൾ ഈ മൂക്കിൽ നിന്ന് വന്നിട്ട് തൊണ്ടയിലേക്കും, തൊണ്ടയിൽ നിന്ന് നമ്മുടെ ഈ ലങ്സിലോട്ടും വരുന്നത് പറഞ്ഞാൽ ട്രക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള വിൻ പൈപ്പ് ഉണ്ട്. വിൻ പൈപ്പ് പിന്നെ 2 തിരിഞ്ഞിട്ടാണ് ലങ്സിലോട്ട് വരുന്നത്. ഈ ലങ്സിലാണ് ഞാൻ പറഞ്ഞത് 1000 ട്യൂബുകളുണ്ട്. ഈ ട്യൂബ് ചെന്നിട്ടൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വൈറസ് അതൊക്കെ വരുമ്പോൾ ആദ്യം മൂക്കിലും ഇതിലൊക്കെ ആണെങ്കിലും അത് ലങ്സിലോട്ടും ഇൻഫെക്ഷൻ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് കുട്ടികളിലാവുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കുട്ടികളിൽ ഇത് ഇങ്ങനെ ഒരു ഇതുണ്ടാവുമ്പോൾ പിന്നെ ചില ഇൻഫെക്ഷനൊക്കെ നേരെ ലങ്സിലോട്ട് പോകുന്ന ഇതുകൊണ്ട്, ചില ലങ് പ്രോൺ ആയിട്ടുള്ള ചില, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് എന്ന് പറഞ്ഞാൽ ഇതുള്ളത് അത് ശരിക്കും ലങ്സിലോട്ട് തന്നെ പോയിട്ടാണ് ബ്രോങ്കിയോലൈറ്റിസ് എന്നുള്ളതുണ്ട്. ബ്രോങ്കിയോലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഐറ്റിസ് എന്ന് പറയുന്ന എല്ലാം ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ് ഐറ്റിസ് എന്നുള്ള മെഡിക്കൽ ടേമിൽ പറയുന്നത്. അപ്പോൾ ഈ ബ്രോങ്കിയോലൈറ്റിസ് വരുമ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ഈ വൈറസ് ചെല്ലുന്ന ലങ്സിലാണ് ഉണ്ടാകുന്നത്. ലോവർ റെസ്പിറേറ്ററി
അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ കൂടെ വന്നിട്ട് അത് ലങ്സിലോട്ട് പോയിട്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രോങ്കോലൈറ്റിസ് ആണ്. അത് ഈ RSV എന്ന് പറഞ്ഞുള്ള വൈറസാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഇതിന് വെച്ചാൽ ഇതിനും ഞാൻ പറഞ്ഞ പോലെ വളരെ കാര്യമായിട്ടുള്ള മരുന്നുകളോ ബാക്കിയുള്ളതൊന്നും ഇല്ലാതെ നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക. അപ്പോൾ അതിന് ആ കുട്ടികളെ ഇത് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്, അത് ലങ്സിലോട്ട് പോയോ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയോ എന്നുള്ളത് ഇതൊക്കെ വെച്ചാൽ കുട്ടിക്കുടെ ശ്വാസ തടസ്സം ഉണ്ടാകുന്നു, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കര വേഗതയിൽ കുട്ടി ശ്വാസം എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം കുട്ടിയുടെ ഈ ചെസ്റ്റും ഈ വയറും ഒക്കെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും താഴുന്നു, ഇവിടെ കുഴിയുന്നു, ഇങ്ങനെ വരുന്നു. കുട്ടിക്ക് വളരെ മൂക്കൊക്കെ വളരെ വികസിക്കുന്നു, ശ്വാസം വളരെ ലേബേർഡ് ബ്രീത്തിങ് ആയിട്ട് കുട്ടിക്ക് വരുന്നു. ഇതാണ് ഇതിന്റെ ഒരു. പിന്നെ സാധാരണ ഇതിൽ ഒരു മിനിറ്റിൽ 60 അതിൽ കൂടുതൽ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഇൻഫൻസ് ഒക്കെ ആണെങ്കിൽ 60 അതിൽ കൂടുതൽ ശ്വാസം എടുക്കുന്നു ഒരു മിനിറ്റ്. നമ്മളിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എണ്ണി നോക്കി കുട്ടി എങ്ങനെ ശ്വാസം എടുക്കുന്നു നോക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ ശ്വാസം എടുക്കുന്നു. ഇതൊക്കെ സാധാരണ കുട്ടികളിൽ ഒരു 30 ഇപ്പോൾ ഒരു ഇൻഫൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 30 ബ്രീത്തിങ് ഒക്കെ ഒരു മിനിറ്റിൽ എടുക്കും. പക്ഷേ ഇതല്ല 60ഉം 80ഉം അതിൽ കൂടുതലൊക്കെ ബ്രീത്തിങ് എടുക്കുന്നു, ലേബേർഡായിട്ട് വരുന്നു, എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവുന്നു കുട്ടിക്ക്. ഇപ്പോൾ ഓക്സിജൻ ഇപ്പോൾ ഈ ശ്വാസത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഓക്സിജൻ ശരീരത്തിൽ ലഭിക്കാന്നുള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ കുറഞ്ഞു വരുമ്പോഴേ എന്തുണ്ടാവും വെച്ചാൽ ഈ നീല നിറം ചിലപ്പോൾ ഈ നഖത്തിലോ അല്ലെങ്കിൽ ചുണ്ടിലൊക്കെ നീല നിറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ട്, ഈ പിങ്ക് കളർ മാറുന്നു, പിന്നെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, ഛർദ്ദിക്കുന്നു, കുട്ടിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ലങ്സിലുണ്ട് അല്ലെങ്കിൽ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കും. അതിന് വേണ്ട ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്താണ് വേണ്ടത് വെച്ചാൽ ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യം ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതാണ് ഈ കാര്യത്തിൽ മറ്റൊന്ന് നമുക്ക് ശ്രദ്ധിക്കണം. നേരത്തെ എപ്പോഴും ഡോക്ടറെ കാണണം എന്നുള്ളതിന് ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, എപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം എന്നുള്ളത്. പിന്നെ ഇത് വെച്ച് ഇതല്ല ഇപ്പോൾ നമുക്ക് വൈറലല്ല 2 ദിവസം വെച്ച് നോക്കാൻ, പക്ഷേ ഇത്തരത്തിലുള്ള സിംറ്റംസ് വരുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ പോകാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം എന്നല്ല. പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജമാലുദ്ദീനാണ് നമ്മോടൊപ്പം ഇന്ന് മിഴിയോരത്തിലുള്ള. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. ഡോക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി നൽകുന്നതായിരിക്കും. കാരണം പലർക്കും പല രീതിയിലാണല്ലോ കുട്ടികളുടെ അസുഖം ഉണ്ടാവുന്നത്. അപ്പോൾ ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ അതിന് വ്യക്തമായ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 052-946-2343 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ TV-യുടെ മുന്നിൽ തന്നെയുണ്ട്, സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് നമ്പർ കാണാവുന്നതാണ്. ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഡോക്ടർ കൃത്യമായുള്ള മറുപടി നൽകുന്നതായിരിക്കും, ഒപ്പം നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും. ഡോക്ടർ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ കുട്ടികളിലെ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്, കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് വരിക എന്ന് പറയുന്നത്. ഇത് ഇമ്മ്യൂണിറ്റിയുമായി വളരെയധികം ബന്ധമുള്ളതാണോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ ചിക്കൻ ബോക്സ് പ്രത്യേകിച്ച് നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനത് എടുക്കുന്നത് തന്നെ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇപ്പോൾ ഞാൻ ചോദിച്ചത്? കാരണം ഇപ്പോൾ ഒരുപാട് ചിക്കൻ ബോക്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ചിക്കൻ ബോക്സ് കേസുകൾ വരുന്നുണ്ട്. ചിക്കൻ ബോക്സ് ആക്ച്വലി അതും ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫോർ ദാറ്റ് മാറ്റർ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസാണ്. ഈ വാരിസെല്ല എന്നുള്ള വൈറസാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളുടെ ഉണ്ടാകുന്നൊരു ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറേ അസുഖങ്ങളുണ്ട്, ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിലൊന്നാണ് ചിക്കൻ ബോക്സ്. പറഞ്ഞാൽ മംസ്, മീസിൽസ്, ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. കുട്ടികളിൽ മാത്രം, പക്ഷെ വലിയവർക്ക് വരില്ല എന്നല്ല പറഞ്ഞു. വലിയവരിൽ ഇത് വരുമ്പോൾ ഇതിന്റെ ഗൗരവം കുറച്ച് കൂടുതലാണ്, സീരിയസ്നെസ് കുറച്ച് കൂടുതലാണ്, കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളിൽ ഇത് സാധാരണഗതിയിൽ വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. സാധാരണഗതിയിൽ അങ്ങ് നോർമലായിട്ട് തന്നെ ഇത് മാറിപ്പോവുകയും ചെയ്യും. പക്ഷേ പ്രൊവൈഡഡ് മറ്റ് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, ഇപ്പോൾ ഒരു ആസ്മ ഉള്ള കുട്ടികളാണ്, ഇപ്പോൾ സ്കിന്നിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എക്സീമ ഉള്ള കുട്ടികളാണെങ്കിൽ ഇത് കുറച്ച് സിവിയർ ആകാൻ സാധ്യതയുണ്ട്. വേറെ ഏതെങ്കിലും നിലക്കുള്ള മരുന്നുകൾ, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന വിധത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന കുട്ടികളിലാണെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്നുള്ള അസുഖമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റീറോയിഡ് കൊടുക്കുന്നുണ്ടാവും. സ്റ്റീറോയിഡാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള ആളുകൾ സ്റ്റീറോയിഡ് ഏതെങ്കിലും കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന കുട്ടികൾ, ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ കുറച്ച് ഗൗരവമായിട്ട് വരും. അല്ലാതെ നോർമലായിട്ടുള്ള കുട്ടികൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അസുഖമാണ്, മാറിപ്പോകും. ചെറിയ കുട്ടികൾക്ക് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഒരു പ്രശ്നം പേടിക്കേണ്ടതില്ല തന്നെയാണ് അതിൻ്റെ കാരണം. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇൻക്യുബേഷൻ പീരീഡിനെ പറ്റി പറഞ്ഞു. വൈറസ് കയറി അത് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, അതിനുശേഷം നമുക്ക് തുടരാം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഞാൻ അനു. അനു, എവിടെ നിന്ന് വിളിക്കുന്നത്? ഷാർജയെന്ന്. ഡോക്ടർ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
ഹലോ. ഹലോ. മോന് ഇപ്പോ ഈ 3.5 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അസുഖം. ഇപ്പോ എന്താണ് അസുഖം എന്ന് പറഞ്ഞില്ലല്ലോ. ഗ്യാസ്ട്രോ ഇതന്നെ. ഇപ്പൊ നിങ്ങൾ GRD പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. GRD എന്ന് പറയും. GRD. അതെ അതെ. ഗ്യാസ്ട്രിക്കൽ ഇതാണ്, റിഫ്ലക്സ് ആണ് അസുഖം. ഈ ഗേഡ് എന്ന് പറയുന്നത് GERD എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? GERD എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് GERD എന്ന് പറയുന്നത്. ഹലോ, കേൾക്കാം, പറയൂ. ഓക്കെ, ഞങ്ങളിത് 3.5 മാസം മുൻപ് ആദ്യം സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാല് കുറുങ്ങലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഒരു 4 മാസം, ഒരു 6-6.5 മാസത്തോളം ഞങ്ങളത് ഒറ്റ സ്ഥലത്ത്, നാട്ടിലായിരുന്നു, ഒരുപാട് സ്ഥലത്ത് ഡോക്ടർ കാണിച്ചിരുന്നു. അപ്പൊ ആർക്കും അത് മനസ്സിലായില്ല. എന്നിട്ട് പിന്നെ നാട്ടിൽ തന്നെ അമൃത അവിടെ ഇവിടെയൊക്കെ കാണിച്ചപ്പോഴാണ്, നമുക്ക് അമൃതയിൽ കാണിച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഈ ഒരു അസുഖമാണെന്ന്. അപ്പോഴേക്കും ഒരുപാട് ആന്റിബയോട്ടിക്സ് ഒക്കെ ചെയ്തിരുന്നു ആൾക്ക്. ഇപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 9.5 മാസമായിട്ടുണ്ട്. എത്ര മാസമായി കുട്ടിക്ക് ഇപ്പൊ? ഇപ്പൊ കുട്ടിക്ക് 9.5 മാസമായിട്ടുണ്ട്. 9.5 മാസം. എന്താണ് സിംറ്റംസ് ഉണ്ടായിരുന്നത്? ഛർദി ആയിരുന്നോ? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല കുറുങ്ങലായിരുന്നു കുട്ടിക്ക്. പിന്നെ ശ്വാസം മുട്ട്, എപ്പോഴും പനി. നോർമൽ ക്ലൈമറ്റിലോ നമുക്കൊന്നും കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും പനി, ഒന്നും കഴിക്കുന്നില്ല. കഴിക്കുന്ന മുഴുവൻ മൂക്കിലൂടെയാണ് ഛർദിക്കുക. അപ്പോ അത് നാട്ടിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം അത് പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്നും പറഞ്ഞ് തള്ളി വിട്ടു. പിന്നെയാണ് അമൃതയിലേക്ക് വന്നപ്പോൾ അവര് ജസ്റ്റ് റിഫ്ലക്സ് റേഡിയേഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു അവര്. അപ്പോഴാണ് 4th ഗ്രേഡ് റിഫ്ലക്സ് ഉണ്ട് കുട്ടിക്ക്. ഇപ്പോ സിവിയർ റിഫ്ലക്സ് ആണ്. അല്ല, ഇതാണ് ചെയ്തത്, മറ്റേ ഒരു ട്യൂബ് ഇട്ടിട്ടുള്ള ഒരു വയറ്റിലൊരു PH സ്റ്റഡി നടത്തി അല്ലേ? അതെ അതെ. അതിലാണ് മനസ്സിലായത് 4th ഗ്രേഡ് ആണ് ആൾക്ക്, സിവിയർ ആണ് ആൾക്ക്. അതെ. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, ഇത് നമ്മളുടെ ഭക്ഷണം കഴിക്കുമ്പോ ഈ വായിൽ നിന്നും നമ്മൾ ഭക്ഷണം പോകുന്ന അന്നനാളം ആമാശയത്തുമായി യോജിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് ഭക്ഷണം ഉള്ളിലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റൊമക്കിലോട്ട് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ, ആമാശയത്തിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് പുറത്തോട്ട് വരരുത്. അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമ്മളിപ്പോ ചിലപ്പോ 30 വരുമ്പോഴൊക്കെ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് ഉടനെ തന്നെ അകത്തോട്ട് പോകും ചെയ്യും. അതായത് ഈ സ്ഫിങ്ക്റ്റർ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ തേട്ടുന്നതൊക്കെ. നമ്മൾ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇതൊക്കെ വരുമല്ല, കുറച്ച് ഒരു എയർ കുറച്ച് പുറത്തോട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഈ സ്ഫിങ്ക്റ്റർ ഇടയ്ക്ക് റിലാക്സ് ചെയ്യും. പക്ഷെ അത് കൂടുതലായിട്ട് അതിന്റെ ശക്തി കുറയും. അത് കൂടുതലായിട്ട് എപ്പോഴും റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഗ്യാസ്ട്രോ ഈസോഫേജൽ റീഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് റീഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൊമക്കിൽ നാമാശയത്തിൽ നിന്ന് ഭക്ഷണം അന്നനാളത്തിലോട്ട് ഈ സാധാരണഗതിയിൽ താഴോട്ട് പോകുന്നത് മുകളിലോട്ട് വരുന്നതിനാണ് ഈ റീഫ്ലക്സ്. പിന്നെ കുട്ടികളിൽ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അധിക സമയം ഈ ഒരു പ്രായത്തിൽ ആ സമയത്ത് പ്രത്യേകിച്ച് കെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി പ്രഷർ പുറകിലോട്ട് വരും. പിന്നെ ഈ സ്ഫിങ്ക്റ്റർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാരണം അതിന്റെ ശക്തി കുറയുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ടാണ് ഈ റീഫ്ലക്സ് ഉണ്ടാവുന്നത്. പിന്നെ കുട്ടിയുടെ സിംറ്റംസ് നേരത്തെ പറഞ്ഞത്, അതിന് സാധാരണ സിംറ്റംസ് ഉണ്ടാകുന്നത് ഛർദി ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവും. അതിൽ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ അവന് 30 വരുന്നു, ഛർദി വരുന്നു. ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടാണ് കുട്ടി വെയിറ്റ് വെക്കുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുണ്ടാകുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ കുട്ടിക്ക് ഉണ്ടായിരുന്നത് ശ്വാസതടസ്സമായിരുന്നു. ശ്വാസതടസ്സം ഉണ്ടാവാം. കാരണം എന്താ വെച്ചാൽ ഈ റീഫ്ലക്സ് വരുമ്പോൾ ഇത് നമ്മുടെ ശ്വാസതടസ്സം വരും. നല്ല വെയിറ്റ് വെച്ചു. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ ശ്വാസതടസ്സം വന്നപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. പല ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും സാധാരണഗതിയിൽ ഈ റീഫ്ലക്സ് അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണമാണ് അത് ഇങ്ങനെ കുറച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് താമസം വന്നത് ഇതുകൊണ്ടാണ്. കാരണം ഈ റീഫ്ലക്സ് വരുമ്പോഴും ഈ ശ്വാസതടസ്സം ഉണ്ടാകുന്നതിന് വലിയ ആസ്മ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാരണം ഇത് തന്നെയാണ്. ഈ നമ്മൾ ഇതൊക്കെ വരുന്ന ഗാസ്ട്രോ ഈസോഫേജൽ റീഫ്ലക്സ് ഒരു കാരണം തന്നെയാണ് ഇത് ട്രിഗർ ചെയ്യുന്നതിന്, ശ്വാസതടസ്സം ഉണ്ടാക്കുന്നതിന്. അപ്പൊ അത് നേരത്തെ നമുക്ക് അതുകൊണ്ടാണ് അത് നേരത്തെ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാരണമാണ് നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് താമസം വന്നത്. എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വരികയും ഈ സ്ഫിങ്ക്റ്റർ ചിലപ്പോൾ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ശക്തി കൂടുകയും ഈ റീഫ്ലക്സ് തന്നെ കുറയാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരികയുള്ളൂ കേട്ടോ. ഹലോ സർ, അതെ. എനിക്കിപ്പോ മോൾക്ക് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് മന്ത് 3-ാം മാസം എത്തുമ്പോ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് ടെൻഷൻ വരുന്ന വെച്ചാല് ആൾക്ക് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോഴോ ഒരു ജസ്റ്റ് തണവോ ചൂടോ എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോഴേക്കും വീണ്ടും അത് വരുന്നുണ്ട്, കുറയുന്നുണ്ട്. പക്ഷെ സെയിം ടൈം ഒരു ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോ അത് കൂടുന്നുണ്ട്. പിന്നെ മോനെ ഇത്രയായിട്ടും മൂവ് നീന്തുന്നില്ല ആള്. അത് ഇപ്പോ ആൾക്ക് ഇങ്ങനത്തെ കുറച്ച് നാള് അസുഖമായപ്പോ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നതിന്റെ ആണോന്ന് അറിയില്ല. ആൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല, ട്രൈ ചെയ്യുന്നുണ്ട്, ആൾക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഒക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്നിട്ട് കൊടുത്തിരുന്നു. ഇവിടെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു ആള്. മോനിപ്പോ എത്ര വെയിറ്റ് ഉണ്ട്? മോന് ഇപ്പോ ഒരു 10 kg അടുത്താവാറായിട്ടുണ്ടാവും. 9 മാസം അല്ലേ? നല്ല ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. 9 മാസം ഇപ്പൊ മോന് അല്ലേ? 9 മാസല്ലേ? ഇപ്പൊ 9 മാസം. 9 മാസം. അവന് ഇരിക്കോ? അടുത്ത 11 ഇപ്പൊ ഈ വരുന്ന 11-ാം തീയതിക്ക് 10 ആവാനാ പോകുന്നത്. അപ്പൊ ഈ ഒരു വെയിറ്റ് ഓക്കെ ആണോ കുട്ടിക്ക്? ഇരിക്കോ മോൻ? ശരിക്കും ക്ലിയർ ആവുന്നില്ല സർ. അനു, ഡോക്ടർ ചോദിക്കുന്നത് മോനെ ഇപ്പൊ ഇരിക്കുമോ എന്നാണ്. ഇരിക്കുമോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു എക്കോ പോലെ കേൾക്കുന്നു കുറച്ച്. ആണോ? എന്തായാലും നമുക്ക് പറയാം. ഒരു കാര്യം ചെയ്യാമോ? അനു ക്ലിയർ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തോളൂ. അല്ല എങ്കിൽ ഡോക്ടർ ഇപ്പൊ അതിനുള്ള മറുപടി പറയും. ഇപ്പൊ ക്ലിയർ ആയോ അനുവിന്? ക്ലിയർ ആണ്. ശരി. അപ്പൊ ഈ ഒരു വെയിറ്റ് ഓക്കെ ആണോ? ഡോക്ടർ ചോദിച്ചത് മോനിപ്പോ ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഹലോ, അനുവിന് കേൾക്കുന്നില്ല അല്ലെ? മോന് ബർത്ത് വെയിറ്റ് വന്നിട്ടുണ്ട് ഒരു 300 ആയിരുന്നു. ഇരിക്കുന്നില്ല, ബർത്ത് ആ സമയത്തുള്ള വെയിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ബർത്ത് വെയിറ്റ് ഇപ്പോ അവനിപ്പോ 9 മാസം 10 കിലോ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ആ വെയിറ്റ്. അതെ അതെ. പക്ഷെ ഡോക്ടർ മോനൊന്നും കഴിക്കുന്നില്ല, വെയിറ്റ് ഉണ്ട് ആൾക്ക്. ഇപ്പൊ വെയിറ്റ് ഒരു 5 മാസമായിട്ട് ഈ വെയിറ്റിൽ തന്നെ നിൽക്കുക ആള്. അല്ല, അതെന്തായാലും അത് കുറച്ചും കൂടി കുട്ടി കഴിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ വെയിറ്റ് മാത്രം കൂടുന്നു എന്നുള്ളത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ എന്താ കൊടുക്കുന്നത് കുട്ടിക്ക് ഭക്ഷണം? ഇപ്പൊ സാധാരണ ഇപ്പൊ എന്താ കൊടുക്കുന്നത്? വളരെ കുറവ്. കുട്ടി ഇപ്പൊ ഭക്ഷണം കഴിക്കണ വളരെ കുറവ്. മിക്കതും ചിലപ്പം വേണ്ടെന്ന് തോന്നുമ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വളരെ കുറവ്. ചെറിയ ഒരു ഇതില് നമ്മള് നെസ്റ്റം കൊടുക്കുന്നു ഇടയ്ക്ക്. പിന്നെ മൊത്തം അടിച്ച് റൈസ് കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറവായിട്ട് കഴിക്കുന്നുള്ളൂ. അത് 2-3 നേരം വെച്ചിട്ട് വളരെ കുറവാ. പാല് കുടിക്കുന്നതോ? പാല് കുടിക്കുന്നുണ്ട്, അത്യാവശ്യം ആള് പാല് കുടിക്കും. അല്ല, അപ്പൊ അത് ഈ വെയിറ്റ് കൂടാൻ ഒരു കാരണം കൂടുതൽ പാല് കുടിക്കുമ്പോൾ വെയിറ്റ് കൂടും. അതുകൊണ്ടാവാൻ വേണമെങ്കിൽ നമ്മൾ സാധാരണ ഈ കട്ടിയാഹാരം കുറച്ച് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾ, സാധാരണ ഇത്തരത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർ കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് പാലായിരിക്കും. അപ്പൊ പാല് കൊടുക്കുമ്പോൾ അത് വേണ്ടത്ര കാലറി കിട്ടുകയും കുട്ടി വെയിറ്റ് കൂടുകയും ചെയ്യും. അതാണ് ഒരു കാരണം ഇത്ര ഈ വെയിറ്റ് കൂടാനുള്ള. പക്ഷെ വെയിറ്റ് കൂടി 10 കിലോ വെച്ച് നമ്മളിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടി ഇപ്പൊ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞത്, പക്ഷെ അവന് ബാക്കിയുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ? ചിരിക്കുകയും നമ്മൾ എന്തെങ്കിലും അതൊക്കെ നല്ല റെസ്പോൺസ് ആണ്. കുട്ടി എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഒരു കളി ആക്ടിവിറ്റീസ് ഉണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ ആളെന്നെ ഓരോന്ന് സെർച്ച് ചെയ്യുന്നു, ഓരോന്ന് നോക്കുന്നു, അതെടുത്ത് കളിക്കുക, ചെണ്ടൊക്കെ കൊട്ടാൻ നോക്കുന്നുണ്ട്, ബെല്ലടിക്കുക, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോസ് ആയിട്ട് അവന് ഡെവലപ്മെന്റിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മറ്റേത് ഇരിക്കാൻ നടക്കാന്നൊക്കെ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അതും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നോക്കൂ. അപ്പൊ അവനെ ഈ ബാക്കി ഡെവലപ്മെന്റ് ഇപ്പൊ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ചിലപ്പോൾ തടി കൂടിയോണ്ട് കുട്ടികൾ കുറച്ചൊരു ഡിലേ വരും. എന്നാലും ഒരു 9 മാസം 10 മാസം ആകുമ്പോൾ കുട്ടി ഇരിക്കുകയും പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യും. അത് നോക്കാം നമുക്ക്. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കുട്ടിക്ക് ഈ വീസിങ് വരുന്നത് ഈ ഗേഡ് ആണ് അത് പ്രിസിപ്പിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതും കൂടി നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും അമൃതയിൽ പോകുമ്പോൾ ഇതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സർ, ഇപ്പൊ 3 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറയുമ്പോ അവരിപ്പോ വീണ്ടും ഇതുപോലെ തന്നെ ട്യൂബിട്ട് ടെസ്റ്റ് ചെയ്യാണോ ചെയ്യാൻ? ഞങ്ങളത് ശരിക്കും ചോദിച്ചറിഞ്ഞില്ല. അല്ല, അത് അവരിപ്പോ നോക്കും കുട്ടിയുടെ സിംറ്റംസ് എങ്ങനെയാണ്, ബാക്കിയുള്ള ഇപ്പൊ ഇത് കുറയും കൂടി ഈ ഗേഡ് കുറച്ചും കൂടി അവരുടെ സ്വിങ്ടറിന് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടോ, സ്ട്രെങ്ത് വന്നിട്ടുണ്ടോ, ഈ റീഫ്ലക്സ് തന്നെത്താൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ അടുത്ത് ഹിസ്റ്ററിയും ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവര് സർ, ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അസുഖമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം എന്താണ്?
കൊടുക്കാൻ പറ്റിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായിട്ട് കട്ടിയായിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ഒരു സെമി സോളിഡ് ഭക്ഷണമാണ് വേണ്ടത്. പക്ഷേ മറ്റ് ഈ ലിക്വിഡ് ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റീഫ്ലക്സ് വരും, അതായത് പുറകിലോട്ട് വരും. ലിക്വിഡ് ആണല്ലോ നമുക്കറിയാം. അപ്പൊ കുറച്ചും കൂടി ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് കുട്ടിക്ക് കൂടുതൽ കൊടുക്കാൻ നല്ലത്. ഈ റീഫ്ലക്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്നത് അങ്ങനെയാണ്. സാധാരണ ഈ ഇതിനുള്ള ചില ഈ റീഫ്ലക്സ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന വിധത്തിൽ കട്ടിയായിട്ട് കൊടുക്കുന്ന ചില ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട്. അത് ചേർത്തിട്ടാണ് സാധാരണ കൊടുക്കാറ്. അത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഭക്ഷണം കുറച്ച് കട്ടിയായിട്ട് തന്നെ കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. കട്ടിയായിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് അതിനിടയിൽ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാവോ? വെള്ളം കൊടുക്കാം, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് കൂടുതൽ കട്ടിയായിട്ടുള്ള ആഹാരം ഇപ്പൊ നമ്മൾ 3 നേരം ആക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇപ്പൊ അവന് 1 നേരം കഴിക്കുന്നതിന് 2 നേരം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ കട്ടിയായിട്ടുള്ള കൊടുക്കുമ്പോൾ ഈ റീഫ്ലക്സ് നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ജ്യൂസ് ഒക്കെ കൊടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കഴിയുന്നതും ഇപ്പൊ അവന് ജ്യൂസ് കൊടുക്കുന്നേക്കാളും ഇപ്പൊ നമ്മളൊരു പഴം ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള വരുമല്ലോ. ജ്യൂസിനേക്കാളും നല്ലത് ഒരു പഴം കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് കാരണം അത് കട്ടിയുണ്ട് പഴത്തിന്റെ കുട്ടിക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടങ്ങി വെച്ച ചിക്കൻ ബോക്സ്, കുട്ടികളെ കാണുന്ന ചിക്കൻ ബോക്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡോക്ടറോട് ചോദിച്ചറിയാം. ഒരു ചെറിയ ഇടവേള.